ഹായ് ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന് പറയുന്ന ഒരു നാടകമാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജൂലിയസ് സീസറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഒരു ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന് പറയുന്നത്. ബ്രൂട്ടസും അവൻ്റെ സംഘങ്ങളും ചേർന്ന് ഒരു ജൂലിയസ് സീസറിനെ കൊല്ലുകയാണ്. അതിൻ്റെ റിവെഞ്ച് എന്നുള്ള രീതിയിൽ ത്രൂ ദ സ്പീച്ച് എഗെയിൻസ്റ്റ് ബ്രൂട്ടസ്, ആ ഒരു ബ്രൂട്ടസിനെതിരെ ആൻ്റണി എന്താക്കുകയാണ് ചെയ്യുന്നത്? പ്രസംഗം പറയുകയാണ് ചെയ്യുന്നത്. ഫൈനലി ഈ ഒരു നാടകത്തിൻ്റെ അവസാനത്തിൽ ആ ഒരു ബ്രൂട്ടസിനെതിരെ ആൻ്റണിയുടെ സ്പീച്ചിന് ശേഷം ഒരു റിവെഞ്ച് നടക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ എന്താക്കി വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഇത് ഫസ്റ്റ് ഭാഗത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ്. ഇനിയാണ് ഞാൻ എന്താക്കുന്നത്, ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയെ പറ്റി പറയുന്നത്. ജൂലിയസ് സീസറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന് പറയുന്ന ഡ്രാമ. ഇപ്പോൾ റോം ഭരിക്കുന്നത് 3 ആളുകളാണ്. ഒന്ന് ലെപ്പിഡസ്, ഒന്ന് ഒപ്റ്റിമസ് സീസർ, 3 മാർക്ക് ആൻ്റണി. ഈ ഒരു മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഈജിപ്തിലാണ്. ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ ക്ലിയോപാട്രയുടെ കൂടെ. ഈ ഒരു നാടകം തുടങ്ങുന്ന സമയം ഈജിപ്തിലാണ് ഇതിൻ്റെ സ്ഥലം കാണിക്കുന്നത്. ഈ ഒരു ക്ലിയോപാട്രയും അതുപോലെ തന്നെ ഈ ഒരു ആൻ്റണിയും സംസാരിച്ചിരിക്കുകയാണ്. ആൻ്റണി ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് എത്ര സ്നേഹമുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ പ്രണയത്തെക്കുറിച്ച് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ഒരു ദൂതൻ വരികയാണ്. ആ ഒരു ദൂതൻ വരുന്നത് എവിടെ നിന്ന് വെച്ചാൽ അവർ വരുന്നത് റോമിൽ നിന്നാണ്. ജസ്റ്റ് ഒരു മെസ്സേജുമായിട്ടാണ് ആ ഒരു ദൂതൻ ആൻ്റണിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ആൻ്റണി എന്താക്കൂല, കാര്യമാക്കൂല. അത് റോം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ അത്ര മൈൻഡ് ആക്കുന്നില്ല ആദ്യം തന്നെ. പിന്നെ 2 കാര്യങ്ങൾ എന്താക്കും, ആൻ്റണിയോട് പറയും. ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻ്റണീൻ്റെ വൈഫായ ഫ്ലൂവിയ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കിങ് പോംബെ എന്താക്കുന്നുണ്ട്, ഈ ഒരു റോം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്നും ആ ഒരു 2 കാര്യം, ആ ഒരു മെസ്സേജ് ആൻ്റണിക്ക് അറിയിച്ചു കൊടുക്കുന്ന സമയത്ത് ആൻ്റണി എന്താക്കും, ആ ഒരു റോമിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ ഒരു സമയത്ത് ക്ലിയോപാട്ര എന്താക്കുന്നില്ല, അവനെ പോവാൻ അനുവദിക്കുന്നില്ല, ചീറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ക്ലിയോപാട്രയുടെ അടുത്ത് നിന്നാണ് ആൻ്റണി സ്വന്തം നാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഈ ആൻ്റണിക്ക് ആ ഒരു സമയം പോയേ മതിയാകും. കാരണം എന്താ വെച്ചാൽ അവനെന്താക്കണം, ആ ഒരു റോമിൻ്റെ ജനതയെ അവൻ രക്ഷിക്കണം. ആ ഒരു ലവിൻ്റെ ഇടയിൽ ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല എന്ന് ആൻ്റണി എന്താക്കുന്നുണ്ട്, ക്ലിയോപാട്രയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു റോമിൽ ആ സമയത്ത് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള 2 രാജാക്കന്മാർ, ഒന്ന് ഒക്ടോവിയസ് ആണ്, ഒന്ന് ലെപ്പിഡസ് ആണ്. ആ ഒരു ഒക്ടോവിയസ് ലെപ്പിഡസിനോട് എന്താക്കുന്നുണ്ട്, ആ ഒരു മാർക്ക് ആൻ്റണിയെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. പക്ഷേങ്കിൽ കുറ്റമൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ആൻ്റണി തിരിച്ചു വരണമെന്നാണ്. കുറ്റം പറയുന്നത് എന്താണെന്നറിയോ, ഈ ഒരു ആൻ്റണിക്ക് അവിടെയുള്ള ക്ലിയോപാട്രയെ വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ഈജിപ്തുമായിട്ട് നല്ല ടച്ച് ഉണ്ട്. ആ രീതിയിൽ ഇങ്ങനെ കുറ്റം പറയുകയാണ്. അങ്ങനെ എല്ലാവർക്കും ആൻ്റണി തിരിച്ചു വരണതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പോംബെ ഭയങ്കരമാണ് ആളാണ്, അവൻ വളരെയധികം സീനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പോംബെ എന്ന് വെച്ചാൽ വളരെ വെല്ലായ ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ പോംബെ ആ ഒരു റോമിനെ എന്താക്കിയിടും, അറ്റാക്ക് ചെയ്തിടും. ആ ഒരു സമയത്ത് പ്ലാൻ ചെയ്യുന്നത് എന്താ പറയുക, പോംബെ പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഈ ഒരു സമയത്ത് ആൻ്റണി എന്തില്ല, ഈ ഒരു റോമിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പോംബെ വിശ്വസിക്കുന്നത്. അങ്ങനെ ആൻ്റണി ഈജിപ്തിലാണ് എന്നാണ് പോംബെ വിശ്വസിക്കുന്നത്. ആ ഒരു സമയത്ത് ഒരു മെസ്സേജ് റിസീവർ എന്താക്കുന്നുണ്ട്, ഒരു മെസ്സേജുമായിട്ട് പോംബെയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ആ ഒരു റോമിലേക്ക് എന്താക്കിയിട്ടുണ്ട്, ആൻ്റണി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ ആ ഒരു രംഗം അവിടെ കഴിയാണ്. പിന്നെ ഒക്ടോവിയസ് പറയാണ്, ഒക്ടോവിയസ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുകയാണ് എന്ത്, ക്ലിയോപാട്രയുടെ ജീവിതത്തെ പറ്റിയിട്ടും തൻ്റെ ജീവിതത്തെ പറ്റിയിട്ടും എന്താക്കുന്നുണ്ട്, പിന്നെ ഒക്ടോവിയസ് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്താകും, ഇങ്ങനെ വഴക്കാവും. ഒരു ആൻ്റണിയും ഒക്ടോവിയസും തമ്മിൽ വഴക്കാവും. അതിൻ്റെ ഇടയിൽ എന്താക്കും, എപ്പിഡസ് ഒരു മധ്യസ്ഥക്കാരൻ എന്നുള്ള രീതിയിൽ അവരെന്താക്കും, പിന്തിരിപ്പിക്കും. അങ്ങനെ അവർ രണ്ടാളെന്താക്കും, ഇങ്ങോട്ടും ഇങ്ങോട്ടും എതിരാവും. ആ ഒരു സമയത്താണ് അഗ്രിപ്പ എന്ന് പറയുന്ന ഒരാളുണ്ട്, സോൾജിയർ ഓഫ് ഒക്ടോവിയസ് ആണ്, ഒക്ടോവിയസിൻ്റെ സോൾജിയറാണ്. അങ്ങനെ ഫ്ലൂവിയ മരിച്ചല്ലോ, അതായത് ആൻ്റണിയുടെ ഭാര്യയായ ഫ്ലൂവിയ മരിച്ചു. ആ ഒരു സാഹചര്യത്തിൽ അവർ അഗ്രിപ്പ പറയുന്നതെന്ന് വെച്ചാൽ ആൻ്റണീനെ എന്താക്കുക, ഒക്ടോവിയസിൻ്റെ സിസ്റ്ററിനെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കുക. ആ ഒരു ആശയം അവർ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുമിക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു സമ്മതം ആ ഒരു
ആശയം എന്താക്കുകയാണ്, ഇവർ തമ്മിൽ എഗ്രി ചെയ്യുകയാണ്. അങ്ങനെ ക്ലിയോപാട്ര എന്താകും, ഈ ഒരു മാരേജിനെ കുറിച്ച് അങ്ങനെ അറിയും. അപ്പോൾ അവൾ വളരെയധികം വിഷമിക്കും. പിന്നെ അവൾ ചിന്തിക്കും, എന്ത്, എന്നേക്കാൾ സൗന്ദര്യം കുറവാണ് ആ ഒരു ഒക്ടേവിയസിൻ്റെ സിസ്റ്ററിന്, അതുകൊണ്ട് തന്നെ ആൻ്റണി എന്താക്കും, എന്തായാലും തിരിച്ചു വരും. അങ്ങനെയൊക്കെ ചിന്തിച്ച് അവളിങ്ങനെ കൂളാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വാർ ഒഴിവാക്കിയിട്ട് പിന്നെ കരാറിലേക്ക് എത്തുകയും ചെയ്യും. പിന്നെ ആ ഒരു ബോംബെ ആയിട്ടുള്ള വാർ ഒഴിവാക്കും. എന്നിട്ട് ഒരു നല്ല കരാറിലേക്ക് അവർ എത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് കരാർ എന്ന് വെച്ചാൽ, 2 പ്രദേശങ്ങൾ ബോംബെക്ക് എന്താക്കും, ഈ ഒരു ഒക്ടേവിയസും അതുപോലെ തന്നെ ആൻ്റണിയും ലെപ്പിഡസും അടങ്ങുന്ന ഈ ഒരു രാജാക്കന്മാരെന്താക്കും, അവരെ ഏൽപ്പിക്കും. 2 സ്ഥലങ്ങൾ, 2 ടെറിറ്ററി, റോമിലുള്ള 2 ടെറിറ്ററി അവർ ബോംബെക്ക് നൽകാൻ വേണ്ടി ഒരു കരാർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കരാർ ഒക്കെ ആയി ഇവരൊരു സന്ധിയിലായല്ലോ. അപ്പോൾ എന്താക്കുകയാണ്, ആ ഒരു സെലിബ്രേഷൻ ഒരു ബോട്ടിൽ വെച്ച് ഇവർ നടത്തുകയാണ്. അങ്ങനെ എല്ലാവരും എന്താക്കുന്നുണ്ട്, ആ ഒരു ബോട്ടിലുണ്ട്. അങ്ങനെ ഒരു സോൾജിയർ വന്നിട്ട് പറയും, ആ ഒരു 3 രാജാക്കന്മാരെയും കൊന്നാൽ ഈ ഒരു എൻ്റയർ റോം നിങ്ങളുടെ കയ്യിലായിരിക്കുമെന്ന് ബോംബെയുടെ ഒരു സോൾജിയർ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ബോംബെ എന്താക്കുന്നില്ല, അത് അനുസരിക്കുന്നില്ല. അത് മോശമാണെന്ന് ബോംബെക്ക് എന്താണ് അറിയാം. അങ്ങനെ ഇതിനൊക്കെ ശേഷം ആൻ്റണി എന്താകും, തൻ്റെ വൈഫിനോടൊപ്പം ഏതൻസിലേക്ക് പോകും. ആൻ്റണിയുടെ വൈഫ് എന്ന് പറയുന്നത് ഒക്ടേവിയസിൻ്റെ സിസ്റ്ററാണ്. അവളെയും കൂട്ടി ഏതൻസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒക്ടേവിയൻ്റെ സിസ്സിനോട് എന്താക്കുന്നുണ്ട്, കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മാർക്ക് ആൻ്റണി കേൾക്കുന്നത്. എന്തെന്നറിയോ, റോമിൽ എന്താക്കിയിട്ടുണ്ട്, ഒക്ടേവിയസ് ബോംബെയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ലെപ്പിഡസിനെ ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവർ 3 ആളാണ് രാജാക്കന്മാർ. അപ്പോൾ ആൻ്റണിയെ അറിയിക്കാതെയാണ് ഈ ഒക്ടേവിയസ് ഈ കാര്യം ഒക്കെ ചെയ്തത്. കാരണം വെച്ചാൽ 3 രാജാക്കന്മാരുള്ള ഒരു സ്ഥലത്ത് അവർ 3 ആളെയും അറിയിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ ഇത് കൈകടത്തുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ ഭരിക്കുന്നത് ഇപ്പോൾ ഒക്ടേവിയസ് സീസറാണ്. അവനാണ് ഇപ്പോൾ എന്താക്കുന്നത്, ആ ഒരു റോം ഭരിക്കുന്നത്. അങ്ങനെ ആൻ്റണിക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. അങ്ങനെ ആൻ്റണി എന്താക്കി, ഈജിപ്തിലേക്ക് പോവുകയാണ്. അവിടെയുള്ള ആളുകളൊക്കെ സംസാരിച്ച് ഈ ഒരു റോമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി എന്താക്കുകയാണ്, അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ യുദ്ധം തീരുമാനിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് സീ ബാറ്റിലാണ്, കടൽ യുദ്ധം എന്ന് പറയുമ്പോൾ വളരെയധികം സീനാണ്. അങ്ങനെ അഡ്വൈസർ പറയും, അത് വളരെയധികം ഇടങ്ങാറ് പിടിച്ച പരിപാടിയാണ്, അതിന് നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ ആൻ്റണി എന്താക്കുന്നില്ല, അതൊന്നും കാര്യമാക്കുന്നില്ല. അവനിക്ക് എന്താക്കണം, റോമിനെ തകർക്കണം, ഒക്ടേവിയസിനെ തകർക്കണം. അങ്ങനെ അവരെന്താക്കുകയാണ്, പരസ്പരം ഇൻവൈറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അവരെന്താക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം സെയിം സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്താക്കും, യുദ്ധത്തിൻ്റെ പകുതി എത്തുന്ന സമയത്ത് ക്ലിയോപാട്ര അവിടെ നിന്ന് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആൻ്റണിയും എന്താക്കും, ആ ഒരു ക്ലിയോപാട്രയെ പിന്തുടരുന്നു. അങ്ങനെ ആ ഒരു യുദ്ധം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്ലിയോപാട്ര കൊട്ടാരത്തിലേക്ക് പോകും. അങ്ങനെ കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു കൊട്ടാരത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ആൻ്റണി വളരെയധികം ഷെയിമായ ഒരു അവസ്ഥയിലാണ് ആ ഒരു കൊട്ടാരത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. വളരെയധികം ഫ്രസ്ട്രേഷനിലാണ്. ഈ ക്ലിയോപാട്രയ്ക്കെതിരെ വളരെയധികം ദേഷ്യം എന്തുണ്ട്, ഒരു ആൻ്റണിക്കുണ്ട്. പക്ഷേ ഈ എന്താക്കുന്നില്ല, അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ടു ബി സറണ്ടർ, താൻ സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു അംബാസഡറിനെ അയക്കുകയാണ് ആര്, ക്ലിയോപാട്ര. പക്ഷേങ്കിൽ ഒക്ടേവിയസ് പറയുന്നത്, പിന്നെ താൻ മേഴ്സി കാണിക്കുന്നില്ല, ഞാൻ എന്താക്കില്ല, ദയ കാണിക്കില്ല. വേണമെങ്കിൽ ക്ലിയോപാട്രയോട് എന്താക്കുക, കരുണ കാണിക്കാം. എനിക്കെന്താക്കണം, ആൻ്റണിയെ കൊല്ലണം, അവിടെ നിന്ന് തുരത്തി ഓടിക്കണം. അതായത് ആൻ്റണിയെ കൊല്ലണം, അല്ലെങ്കിൽ എന്താക്കണം, നിങ്ങൾ ഈ ഒരു ആൻ്റണിയെ അവിടെ നിന്ന് തുരത്തി ഓടിക്കണം. അങ്ങനെ ക്ലിയോപാട്ര എന്താക്കും, അതിന് സമ്മതിക്കും. അവർ സമ്മതിക്കുന്ന സമയത്ത് എന്താക്കും, അവർ കൈമുത്തും. അപ്പോൾ അതെന്താക്കും, ഒരു കൊട്ടാരത്തിലേക്ക് ഒക്ടേവിയസ് വരുന്നുണ്ട്. അപ്പോൾ ക്ലിയോപാട്രയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ക്ലിയോപാട്ര എന്താക്കും, എല്ലാം സമ്മതിച്ചുകൊണ്ട് കൈമുത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതൊക്കെ എന്താക്കുന്നുണ്ട്, ആൻ്റണി കാണുന്നുണ്ട്. വളരെയധികം ദേഷ്യത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അവനെ പിൻവലിക്കാം, അവിടെ നിന്ന് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലാണ് എന്താക്കുന്നത്, ക്ലിയോപാട്ര സമ്മതിക്കുന്നത്. ക്ലിയോപാട്ര ഈ ഒരു ആൻ്റണിയുടെ മുമ്പിൽ ഫെയ്ത്ത് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും എന്താക്കുന്നുണ്ട്, ഈ ഒരു ആൻ്റണി ഒക്ടേവിയസായിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്തും അവിടെയുള്ള അഡ്വൈസർ പറയും, ഇനി യുദ്ധമൊന്നും ചെയ്യണ്ട, യുദ്ധം ചെയ്താൽ നമ്മളെന്താകും, ഫുള്ള് തകർന്നു പോകും. അങ്ങനെ ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ വീണ്ടും ആൻ്റണി യുദ്ധത്തിന് വേണ്ടി പോകും. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ ഒരു അഡ്വൈസർ ആൻ്റണിയുടെ കൂടെയുള്ള ആ ഒരു അഡ്വൈസർ ഒക്ടേവിയസിനോട് കൂടെ ചേർന്നിട്ട് അവൻ്റെ ടീമിലെ ഒരു അംഗമായി മാറും.
ആ സമയത്ത് ആൻ്റണി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആ ഒരു അഡ്വൈസറിനോടുള്ള സ്നേഹം കാരണം അവൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളെല്ലാം എന്താക്കും ആ ഒരു അഡ്വൈസർക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താക്കും ആ ഒരു ഒക്ടീവിയസ് എന്താക്കും ആ ഒരു ആൻ്റണിയുടെ ടീമിലുള്ള ആളുകളെ തൻ്റെ ടീമംഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആൻ്റണിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു അയച്ച ഗിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ആൻ്റണി അയച്ച ഗിഫ്റ്റ് ആ ഒരു അഡ്വൈസർക്ക് കിട്ടുകയാണ്. അങ്ങനെ ആ ഒരു അഡ്വൈസർക്ക് എന്തായി, തന്നോട് ആൻ്റണിക്കുള്ള സ്നേഹം അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറരുതായിരുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം വെച്ചാൽ ആ ഒരു അഡ്വൈസർ ആൻ്റണിയുടെ സൈഡായിരുന്നില്ലല്ലോ, പിന്നീട് ഈ ഒരു ഒക്ടോവിയസിൻ്റെ സൈഡിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ ഒരു സൈഡ് ചേഞ്ച് വേണ്ടായിരുന്നു എന്നാണ് എന്താക്കുന്നത് ആ ഒരു അഡ്വൈസർ ചിന്തിക്കുന്നത്. അങ്ങനെ ആദ്യ യുദ്ധം, പിന്നീട് അവർ യുദ്ധം തുടങ്ങും. ആ ഒരു ആദ്യ യുദ്ധത്തിൽ ആൻ്റണി വിജയിക്കും. പിന്നീട് ആ ഒരു യുദ്ധത്തിൻ്റെ സെലിബ്രേഷൻ അലക്സാണ്ട്രിയയിലാണ് നടക്കുന്നത്. നല്ല രീതിയിൽ അവരെന്താക്കും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആരോടൊപ്പമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ക്ലിയോപാട്രയുടെ കൂടെ. അങ്ങനെ ആ ഒരു സമയത്തൊക്കെ അഡ്വൈസർ എന്താണ് വളരെയധികം ഖേദത്തിലാണ്. അങ്ങനെ ഖേദിച്ച് അദ്ദേഹം അവസാനം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് രണ്ടാം യുദ്ധത്തിലേക്ക് കടക്കും. ആ ഒരു രണ്ടാം യുദ്ധത്തിലേക്ക് കടക്കുന്ന സമയത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ക്ലിയോപാട്ര കഴിഞ്ഞ യുദ്ധത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ക്ലിയോപാട്ര എന്താക്കുകയാണ് ചെയ്യുന്നത്? പിൻവലിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആൻ്റണി എന്താകും അവളെ പിന്തുടരും. അങ്ങനെ അവസാനം ആ ഒരു യുദ്ധം എന്താക്കും അവർ പരാജയപ്പെടും. അങ്ങനെ ആൻ്റണി എന്താകും വളരെ ദേഷ്യത്തോടെ കൂടി വളരെ ദേഷ്യത്തോടെയാണ് പെരുമാറാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ആൻ്റണി സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറേ സമയം എന്താക്കും ക്ലിയോപാട്ര ആ ഒരു ആൻ്റണിയെ കൂളാക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേങ്കിൽ ഒരു ക്ലിയോപാട്രക്ക് അതിന് കഴിയുന്നില്ല. അവസാനം എന്താകും ആൻ്റണി അവളെ വിളിക്കും. എന്നിട്ട് ദൂരോട്ട് എന്താക്കാൻ പറയും? പോവാൻ പറയും. അവൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോകാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ക്ലിയോപാട്ര പോവും. എന്നിട്ട് ക്ലിയോപാട്ര ഒരു മെസ്സഞ്ചറിനെ ആ ഒരു ആൻ്റണിയുടെ അടുത്തേക്ക് അയക്കും. എന്നിട്ട് പറയും, ആ ഒരു മെസ്സഞ്ചർ പറയും ക്ലിയോപാട്ര സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ആൻ്റണിക്ക് അറിയിച്ചു കൊടുക്കും. എന്നിട്ട് ആ ഒരു മെസ്സഞ്ചർ പറയും അവസാനം ക്ലിയോപാട്ര പറഞ്ഞത് മാർക്ക് ആൻ്റണി എന്നാണ്. പക്ഷേങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആൻ്റണിയുടെ മനസ്സ് അലിയുകയാണ്. ആ ഒരു സമയത്ത് ആൻ്റണി പറയുകയാണ്, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് അവളെ പിന്തുടർന്നാൽ മതി. അങ്ങനെ ആ ഒരു സോൾജിയറിനോട് അവനെ കൊല്ലാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ആ ഒരു സോൾജിയറിന് എന്താകും അവനെ കൊല്ലാനുള്ള ആ ഒരു മനസ്സ് വരില്ല. അപ്പോൾ ആ ഒരു സോൾജിയർ കൊല്ലാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ എന്താക്കുന്നത് സോൾജിയർ സ്വയം കുത്തിമരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആൻ്റണി എന്താക്കും ആ ഒരു കത്തി ഉപയോഗിച്ച് ആൻ്റണി സ്വയം കുത്തി മരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ക്ലിയോപാട്രയുടെ സെർവൻ്റ് കടന്നു വരും. സെർവൻ്റ് പോയിട്ടുണ്ടായിരുന്നു, പിന്നീട് സെർവൻ്റ് വീണ്ടും കടന്നു വരും. അങ്ങനെ ക്ലിയോപാട്ര മരിച്ചിട്ടില്ല എന്ന് അവർ ആൻ്റണിയോട് പറയുകയാണ്. അപ്പോൾ ആൻ്റണി ഇങ്ങനെ കുത്തുകൊണ്ടിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ക്ലിയോപാട്രയെ വിളിപ്പിക്കും. ക്ലിയോപാട്ര അടുത്തുണ്ട്. അങ്ങനെ ക്ലിയോപാട്രക്ക് എന്താകും വളരെയധികം സങ്കടവും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു ആൻ്റണി ക്ലിയോപാട്രക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്, നീ എന്തായിക്കോ രക്ഷപ്പെട്ടോ. കാരണം എന്ന് പറയുന്നത് ഒക്ടീവിയസിൻ്റെ മുന്നിൽ നീ പെടണ്ട. ആ ഒക്ടീവിയസിൻ്റെ മുമ്പിൽ പെട്ടാൽ എന്താക്കും അവൻ നിന്നെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ എന്താക്കിക്കോ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ എന്നാണ് എന്താക്കുന്നത് ആൻ്റണി ക്ലിയോപാട്രയോട് പറയുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അവസാനമായിട്ട് ഈ ഒരു ആൻ്റണി മരിക്കുന്ന സമയത്ത് അവനിക്ക് ഏറ്റവും വലിയ ആ ഒരു മരിച്ചാലുള്ള പരിപാടിയൊക്കെ വലിയ രീതിയിൽ എന്താക്കുന്നുണ്ട്, ഏറ്റവും വലിയ രീതിയിൽ തന്നെ ആ ഒരു മരണം എന്താക്കിയിട്ടുണ്ട്, അവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഒക്ടീവിയസ് ഇവളുടെ അടുത്തേക്ക് ക്ലിയോപാട്രയുടെ അടുത്തേക്ക് ഒരു മെസ്സഞ്ചറിനെ അയക്കും. എന്നിട്ട് പറയും, നീ എന്താക്കണം സറണ്ടർ ആവണം, നിന്നെ ഒന്നും ചെയ്യൂല, നീ ആത്മഹത്യ ഒന്നും ചെയ്യണ്ട. പക്ഷേങ്കിൽ ആ ഒരു ഒക്ടീവിയസിൻ്റെ ചിന്ത എന്ന് പറയുന്നത് ആ ഒരു ക്ലിയോപാട്രയെ എന്താക്കണം അവിടെ പ്രിസണറായിട്ട് വെക്കണമെന്നാണ്. ഈ ഒരു ക്ലിയോപാട്രയോട് ഒക്ടോവിയസ് പറയുന്നത്, നീ എന്താക്കിക്കോ സറണ്ടർ ആയിക്കോ, നിന്നെ എന്താക്കൂല തൂക്കിക്കൊല്ലുകയൊന്നും ചെയ്യില്ല, നീ എന്തായിക്കോ സറണ്ടർ ആയിക്കോ, നിന്നെ ഞങ്ങൾ കൊല്ലില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു ഒക്ടോവിയസ് ആരോട് പറയുന്നത്? ക്ലിയോപാട്രയോട് പറയുന്നത്. പക്ഷെങ്കിൽ ഇവരെന്താക്കും ആ ഒരു ക്ലിയോപാട്ര സറണ്ടർ ആയാൽ അവളെ എന്താക്കും പ്രിസണറായിട്ട് അവളെ ഇങ്ങനെ നിൽപ്പിക്കും. അപ്പോൾ ആ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ വളരെയധികം റെഡിക്യുലസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താക്കുന്നില്ല, അവൾക്ക് അങ്ങനെ കീഴടങ്ങാൻ താല്പര്യമില്ല. പിന്നീട് അവൾ നല്ല ബെസ്റ്റ് ക്ലോത്തും അതുപോലെ തന്നെ ക്രൗണും ഒക്കെ ധരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്നേക്ക് അവിടെ കൊണ്ടുവരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ബെസ്റ്റിലും രണ്ടാമതായി കയ്യിലും
എന്താക്കും ആ ഒരു പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെർവൻറ്റും ആ ഒരു പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് അവളെന്താണ് മരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഒക്ടീവിയസ് ഉണ്ടല്ലോ, ആ ഒരു പിന്നെ ക്ലിയോപാട്രയുടെ ബോഡി സെയിം സ്പോട്ടിലാണ്, അതായത് ആൻ്റണി എവിടെയാണോ ദഹിപ്പിച്ചത് ആ ഒരു സെയിം സ്പോട്ടിലാണ് ദഹിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആർമിയോട് അവൻ പറയുന്നുണ്ട്, നിങ്ങളെന്താക്കണം അതിനു വേണ്ടി അറ്റൻഡ് ചെയ്യണം. ആ ഒരു മരണത്തിൻ്റെ ആ ഒരു പ്രോഗ്രാം എന്താക്കണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ എന്താക്കാവൂ, അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ നിന്ന് പോവാവൂ എന്ന് ഒക്ടീവിയസ് എന്താക്കുന്നുണ്ട്, അവൻ്റെ ആർമീസിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന് പറയുന്ന ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഓൾ.